അമ്മ ഒരു കാരണവശാലും വെള്ളം കുടിക്കാൻ പാടില്ല. വെള്ളം കുടിച്ചാൽ വയറ് ചാടുന്നതാണ്. ഒരു ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന ഒരു അമ്മയ്ക്ക് നന്നായിട്ട് ഹൈഡ്രേഷൻ ആയാൽ മാത്രമാണ് അമ്മയ്ക്ക് നല്ല പാലുണ്ടാകുകയുള്ളൂ. ഈ സമയത്ത് ഒരു തരത്തിലുള്ള അണുബാധയും വരാതിരിക്കുകയും ചെയ്യണം. അപ്പം വെള്ളം കുടിച്ച് മൂത്രം പോയാൽ മാത്രമാണ് മൂത്രത്തിൽ പഴുപ്പ് വരാതിരിക്കുകയുള്ളൂ. അതുകൊണ്ട് വെള്ളം കുടിക്കരുതെന്ന് പറയുന്നത് ഒരു മിഥ്യാധാരണയാണ്. നമസ്കാരം, ഞാൻ ഡോക്ടർ ചിന്നു, മൂവാറ്റുപുഴ സബൈൻ ഹോസ്പിറ്റലിലെ ശിശുരോഗ വിഭാഗത്തിൽ ജോലി ചെയ്യുന്നു. നമ്മുടെ ഇടയിൽ പ്രസവാനന്തര ശുശ്രൂഷയെ തുടർന്ന് മാനസിക പീഡനം അനുഭവിക്കുന്ന ഒരുപാട് അമ്മമാരുണ്ട്. ഒരു പ്രസവശേഷം പ്രസവാനന്തര ശുശ്രൂഷയെക്കുറിച്ച് ഒരുപാട് മിത്സ് നമുക്ക് ഇടയിലുണ്ട്. അമ്മ ഒട്ടും അനങ്ങാൻ പാടില്ല, കിടന്ന കിടപ്പ് കിടക്കണം, അമ്മ കിടന്നില്ല എന്നുണ്ടെങ്കിൽ നടുവേദന വരും, തിളച്ച വെള്ളം വേദുവെള്ളം നടുവിൽ ഒഴിച്ചു തന്നെ കുളിക്കണം, കുഴമ്പിട്ട് കുളിപ്പിക്കണം, തിരുമണം, പച്ചമരുന്നുകൾ കഴിക്കണം. അങ്ങനെ അമ്മ ഒരുപാട് മിത്സ്, അതായത് ഇതൊന്നും ചെയ്യേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, ഇത്ര ദിവസത്തിനുള്ളിൽ ചെയ്യണം, ചെയ്തില്ലെങ്കിൽ ജീവിതകാലം മൊത്തം നടുവേദന വരും എന്നൊക്കെയുള്ള കൺസെപ്റ്റ്സ് ഉണ്ട്. സത്യത്തിൽ ഒരു ഗർഭാവസ്ഥയിൽ അമ്മയുടെ യൂട്രസ് വികസിച്ചു വരുന്നു. ആ വികസിച്ചു വരുന്നതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അമ്മയുടെ പെൽവിക് ഫ്ലോർ മസിൽസ്, ലിഗമെൻറ്റ്സ്, ബാക്ക് മസിൽസ് വികസിച്ച് പോസ്റ്റ് നേറ്റൽ പീരീഡിൽ ഇത് തിരിച്ച് ചുരുങ്ങുന്നൊരു ഫേസാണ്. ഈ അവസ്ഥയിൽ അമ്മയ്ക്ക് അഡിക്വേറ്റ് ആയിട്ടുള്ള റെസ്റ്റ് വേണം, പോഷകസമൃദ്ധമായ ഭക്ഷണം വേണം. അമ്മയ്ക്ക് പണ്ടത്തെ കാലത്ത് സ്ത്രീകൾക്ക് ആകെ റെസ്റ്റ് കിട്ടുന്നത് പ്രസവ സമയത്തും അതിനുശേഷമാണ്. ഇന്നത്തെ കാലത്തെ പോലെ പോഷകസമൃദ്ധമായ ഭക്ഷണമോ അല്ലെങ്കിൽ സിസേറിയൻ അല്ലെങ്കിൽ നോർമൽ ഡെലിവറിക്ക് ശേഷം എപ്പിസോട്ടമി വൂണ്ടുകളോ സ്റ്റിച്ചുകൾ ഇടാനുള്ള സൗകര്യങ്ങളൊന്നും പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ മുറിവുകളൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ട് കാല് അടുത്ത് വെച്ച് കിടക്കുകയും പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കുകയും അണുബാധ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കെയർ എടുക്കുകയൊക്കെ ചെയ്തിരുന്നത് പഴയ കാല രീതികളാണ്. പക്ഷേ ഇന്നും അതിൻ്റെ പേരിൽ അത് പറഞ്ഞുകൊണ്ട് ഫുൾ ടൈം കിടക്കണമെന്ന് പറയുന്നത് ഒരു മിഥ്യാധാരണയാണ്. അമ്മയ്ക്ക് ശരിക്കും ഒരു അമ്മ എന്താണ് ആഗ്രഹിക്കുന്നത്? ഏറ്റവും വളരെ സന്തോഷകരമായൊരു കുടുംബാന്തരീക്ഷമാണ് ആദ്യമായിട്ട് വേണ്ടത്. ഈ ഡെലിവറിക്ക് ശേഷം വേദനയുണ്ട്, ഹോർമോണൽ ചേഞ്ചസ് ഉണ്ട്, ബ്ലീഡിംഗ് ഉണ്ട്, ബ്രസ്റ്റ് ഫീഡിങ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. സോ ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ പോകുന്നൊരു സമയമാണ്. അപ്പോൾ ഒരു അമ്മ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് നല്ലൊരു ഗൃഹാന്തരീക്ഷമാണ്, അമ്മയെ മനസ്സിലാക്കുന്ന സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. 2, പ്രസവാനന്തര ശുശ്രൂഷയ്ക്ക് അമ്മയ്ക്ക് അത്യാവശ്യം റെസ്റ്റ് എടുക്കാം, പോഷകസമൃദ്ധമായ ഭക്ഷണം കഴിക്കാം. പക്ഷേ ഓൾ ദോസ് തിങ്സ് ഷുഡ് ബി ടേക്കൺ അണ്ടർ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം. ഒരു നോർമൽ ഡെലിവറി കഴിഞ്ഞ ആളുടെ മുറിവുകളൊക്കെ ഉണങ്ങി ഏകദേശം 3 മുതൽ 4 ആഴ്ചയ്ക്ക് ശേഷവും സിസേറിയൻ കഴിഞ്ഞ ആളുടെ മുറിവുകളെല്ലാം വ്യക്തമായിട്ട് ഉണങ്ങി ഇഷ്യൂസ് ഒന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തി ഏകദേശം 4 മുതൽ 6 ആഴ്ചയ്ക്ക് ശേഷം ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ കാര്യം, അമ്മ ഒരു കാരണവശാലും വെള്ളം കുടിക്കാൻ പാടില്ല. വെള്ളം കുടിച്ചാൽ വയറ് ചാടുന്നതാണ്. ഒരു ഡെലിവറി കഴിഞ്ഞിരിക്കുന്ന ഒരു അമ്മയ്ക്ക് നന്നായിട്ട് ഹൈഡ്രേഷൻ ആയാൽ മാത്രമാണ് അമ്മയ്ക്ക് നല്ല പാലുണ്ടാകുകയുള്ളൂ. ഈ സമയത്ത് ഒരു തരത്തിലുള്ള അണുബാധയും വരാതിരിക്കുകയും ചെയ്യണം. അപ്പം വെള്ളം കുടിച്ച് മൂത്രം പോയാൽ മാത്രമാണ് മൂത്രത്തിൽ പഴുപ്പ് വരാതിരിക്കുകയുള്ളൂ. അതുകൊണ്ട് വെള്ളം കുടിക്കരുതെന്ന് പറയുന്നത് ഒരു മിഥ്യാധാരണയാണ്. അമ്മ കഴിക്കുന്ന ഭക്ഷണം നമ്മൾ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വേണം. പയറ്, കടല, പരിപ്പ് വർഗ്ഗങ്ങൾ കഴിക്കാൻ പാടുള്ളതല്ല. അമ്മയ്ക്ക് ഇറച്ചി, മീനും മുട്ടയും കൊടുക്കരുത്, അതൊക്കെ ഗ്യാസ് ഉണ്ടാവും. അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് കുഞ്ഞിന് ഗ്യാസ് ഉണ്ടാകുന്നതിനെ തുടർന്ന് കുഞ്ഞ് കരയുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും അമ്മയ്ക്ക് ഇങ്ങനത്തെ വസ്തുക്കൾ കൊടുക്കാൻ പാടില്ല എന്നൊരു മിഥ്യാധാരണയുണ്ട്. അമ്മയ്ക്ക് പോഷകസമൃദ്ധമായ ഭക്ഷണം ചെന്ന് പ്രോട്ടീൻ കൂടുതൽ ചെന്നാലല്ലേ പാലുണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് അമ്മ കഴിക്കുന്ന ഭക്ഷണം ആ ഭക്ഷണമായിട്ട് അങ്ങോട്ട് പാലിലോട്ട് ചെല്ലുകയല്ലല്ലോ ചെയ്യുന്നത്, അവിടെ ദഹന പ്രക്രിയ നടന്നതിന് ശേഷമാണ് ചെല്ലുന്നത്. അപ്പം അമ്മയ്ക്ക് എന്താണോ കഴിക്കാൻ ഇഷ്ടമുള്ളത് മനസ്സുകൊണ്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്ന തരത്തിൽ വേണം ഫുഡ് കൊടുക്കാൻ. നമ്മൾ ഇഷ്ടമില്ലാത്ത സാധനം കൊടുക്കുകയും നിർബന്ധിച്ച് നെയ്യിട്ട ചോറ്, ഉള്ളി മൂപ്പിച്ച ചോറ്, ഒരുപാട് ചോറ് കഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അമ്മയ്ക്ക് വണ്ണം വെക്കുകയും ഒബീസിറ്റി, ഹൈപ്പർ ടെൻഷൻ, ഡയബറ്റിസ് അങ്ങനത്തെ ബുദ്ധിമുട്ടിലേക്ക് പോകുകയുമാണ് ചെയ്യുന്നത്. കാർബോഹൈഡ്രേറ്റ്സ് മാത്രമല്ല അമ്മയ്ക്ക് ആവശ്യകതയുള്ളത്, അമ്മയ്ക്ക് പ്രോട്ടീൻസും വൈറ്റമിൻസും മിനറൽസും ഫൈബറും. അപ്പം കൂടുതൽ പ്രോട്ടീൻ ചെന്നുള്ള ഭക്ഷണം ചെന്നാലാണ് പാലുണ്ടായി വരികയുള്ളൂ. മനസ്സുകൊണ്ട് കഴിക്കാൻ ഇഷ്ടമുള്ള എന്ത് ഭക്ഷണം വേണമെങ്കിലും പ്രസവശേഷം അമ്മയ്ക്ക് കഴിക്കാവുന്നതാണ്. എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ അമ്മയ്ക്കോ കുഞ്ഞിനോ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ മാത്രം അത് ഹോൾഡ് ചെയ്താൽ മതിയാകും. ഇറച്ചി, മീനും, മുട്ട കഴിക്കാൻ പാടില്ല എന്ന് പറയുന്നത് മിഥ്യാധാരണയാണ്. മൂന്നാമത്തെ കാര്യം, അമ്മ കുങ്കുമപ്പൂ കഴിക്കാത്തത് കൊണ്ടാണ് കുഞ്ഞിന് കളറ് ഇല്ലാത്തത്. അല്ലെങ്കിൽ വിസിറ്റേഴ്സായിട്ട് വരുന്ന ആൾക്കാർ പലതരത്തിലുള്ള കമൻസുകൾ പറയുമ്പോൾ അമ്മ ഒരുപാട് മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ഒന്ന്, വിസിറ്റേഴ്സ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അമ്മ ഒരുപാട് ബുദ്ധിമുട്ടിലൂടെ പോകുന്നൊരു സമയമാണ്. പ്രസവശേഷം വേദനയുണ്ട്, ബ്ലീഡിംഗ് ഉണ്ട്, അമ്മയ്ക്ക് ബ്രസ്റ്റ് ഫീഡിങ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. അപ്പോൾ അവർക്കൊരു സ്വകാര്യത എന്ന് പറയുന്നത് അവർ വളരെ അർഹിക്കുന്നൊരു കാര്യമാണ്. രണ്ട്, ഈ കുഞ്ഞിനെ കാണാൻ വരുന്നവരും അമ്മയെ കാണാൻ വരുന്നതും അനാവശ്യമായിട്ടുള്ള കമൻസ്
കമൻറ്റുകൾ പറയാതെ മറ്റൊരാൾക്കൊരു മാനസിക ബുദ്ധിമുട്ട് വരുത്താതെ നോക്കുക. ഇനി കുഞ്ഞിൻ്റെ കളറ് തീരുമാനിക്കുന്നത് കുങ്കുമപ്പൂവല്ല, അത് ജനിതകമായിട്ട് വരുന്നതാണെന്ന് എല്ലാവരും മനസ്സിലാക്കുക. പോസ്റ്റ് നേറ്റൽ കെയറിൻ്റെ പേരിൽ നമ്മൾ അമ്മയെ പലതരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടിലൂടെ കൊണ്ടുപോകാതെ അമ്മയെ മനസ്സിലാക്കി നല്ലൊരു കുടുംബാന്തരീക്ഷം എല്ലാവരും ഒത്തൊരുമയോടുകൂടി കൊടുത്ത് അമ്മയ്ക്ക് നല്ലൊരു കംഫർട്ടബിൾ എൻവയൺമെൻറ്റ് കൊടുക്കുക. പ്രസവശേഷവും ഗർഭാവസ്ഥയിലും ഒരുപാട് ഹോർമോണൽ ചേഞ്ചസിലൂടെ പോകുന്ന ഒരു അമ്മ ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നതും അർഹിക്കുന്നതും വളരെ സന്തോഷകരമായിട്ടൊരു അറ്റ്മോസ്ഫിയർ ആണ്. നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമയോടെ കൈകോർത്ത് അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കാം. എല്ലാ അമ്മമാരും ഗർഭാവസ്ഥയിൽ ചെയ്യേണ്ട സിമ്പിളായിട്ടുള്ളൊരു കാര്യം, അമ്മയും കുഞ്ഞും ബുക്കെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എല്ലാവർക്കും ഗവൺമെൻറ് നൽകുന്നൊരു ബുക്കുണ്ട്. ആ ബുക്കിൻ്റെ അകത്ത് പ്രാവർത്തികമായിട്ട് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് നൽകിയിട്ടുമുണ്ട്. നമ്മൾ വളരെ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് അതെല്ലാം ഒന്ന് വായിച്ച് മനസ്സിലാക്കി നമുക്ക് ചുറ്റുപാടുമുള്ള ആൾക്കാർ നമ്മളോട് പറയുന്ന മിഥ്യാധാരണകളിൽ നമ്മൾ വീഴാതെ നമുക്ക് സ്വയം കാര്യങ്ങളെക്കുറിച്ചൊരു കാര്യഗൗരവം ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെയുള്ള മിത്തുകൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. താങ്ക്